സിനിമാ മേഖലയ്ക്ക് ഇയാളുടെ ഭാര്യയായിട്ടാണ് ബന്ധം, ഇയാൾക്ക് ബന്ധമില്ല. അതുകൊണ്ട് അന്വേഷണമുണ്ട്, അന്വേഷണം സബ്സിക്വന്റ് ആയിട്ട് വരും. എന്തോ അല്ല, അത് വരും, അന്വേഷണം സ്വാഭാവികമായിട്ട് വരും. അവരിലേക്കും അന്വേഷണം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാം പ്രതിയെ രണ്ടുപേരും അന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തു. ഇത് മൂന്നാം പ്രതിയായ സുൽത്താനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അന്ന് നമ്മൾ അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതിയുടെ ഹസ്ബൻഡാണ്. നമ്മുടെ അന്വേഷണ ടീം അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, CI മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 ദിവസം മുമ്പ് ഞങ്ങൾക്കൊരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ പോയിട്ട് അവിടുത്തെ വളരെ കുപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് ഇയാളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് അവിടെ നമ്മൾ പല പ്രാവശ്യം അന്വേഷിച്ചെങ്കിലും ലോക്കൽ ഏരിയയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഒരു ലോക്കൽ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരാരാ? മതി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഊര് മൂപ്പൻ. അവരുടെ 1000 വീട് അയാളുടെ അണ്ടറിൽ വരും. അപ്പോൾ അയാളുടെ ഈ വീട് വാടാക്കി കൊടുത്തമായി ബന്ധപ്പെട്ട് ഇയാൾ വാടാക്കിയായിരുന്നു താമസിച്ചിരുന്നത്. വാടാക്കി കൊടുത്ത ആളിൻ്റെ പേരറിയായിരുന്നു. അങ്ങനെയാണ് ഇവനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് അവിടുത്തെ JFMC കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് വാങ്ങിയിട്ടാണ് ഇന്ന് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയത്. അവിടുത്തെ ഒരു ഹാർഡ് കോർ ക്രിമിനൽസ് താമസിക്കുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇവനെ വളരെ ബുദ്ധിമുട്ടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം അവിടെ കണ്ടുപിടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാര്യം ലോക്കൽ ഏരിയ അറിഞ്ഞുകൂടെങ്കിൽ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടായിരിക്കും, പ്ലേസ് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവനൊരു ബേസിക്കലി ഒരു സ്മഗ്ലറാണ്. ഗോൾഡ്, പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിവ സ്മഗിൾ ചെയ്ത് ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം വിൽക്കുന്ന ഒരു നേച്ചറാണ് ഉള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇയാൾ മലേഷ്യ, സിംഗപ്പൂർ, ബാങ്കോക്ക്, ദുബായ് എന്നീ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത്. ഇന്നിപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ നമ്മൾ ഇന്ന് ഇവിടുത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. കസ്റ്റഡിയിൽ സബ്സിക്വന്റ് ആയിട്ട് വാങ്ങത്തും. കസ്റ്റഡിയിൽ വാങ്ങി സബ്സിക്വന്റ് ആയിട്ട് ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരം അറിയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നു. അല്ല, അത് ഇനിയിപ്പോൾ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഫർദർ അന്വേഷണം നടക്കും. ചാർജ് ഷീറ്റ് ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കും. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെയും കൂടി, ഏതായാലും മെയിൻ ആയിട്ടുള്ള അക്യൂസ്ഡ് ഇദ്ദേഹം എന്നാണ് നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അതെ. അല്ല, ഇപ്പം പ്രാഥമിക അന്വേഷണത്തിൽ ഈ 3 കിലോ കൊണ്ടുവന്നെന്നാണ് കിട്ടുന്ന വിവരം. ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണം മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരം കിട്ടുള്ളൂ. അത് ഡീറ്റെയിൽസ് എടുക്കണം. യാത്രാ വിവരം എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. ജേണി ഡീറ്റെയിൽസ് എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. സിനിമാ മേഖലയ്ക്ക് ഇയാളുടെ ഭാര്യയായിട്ടാണ് ബന്ധം, ഇയാൾക്ക് ബന്ധമില്ല. അതുകൊണ്ട് അന്വേഷണമുണ്ട്, അന്വേഷണം സബ്സിക്വന്റ് ആയിട്ട് വരും. എന്തോ അല്ല, അത് വരും, അന്വേഷണം സ്വാഭാവികമായിട്ട് വരും. അവരിലേക്കും അന്വേഷണം ഉണ്ടാവും. രണ്ടുപേരും ഒരുമിച്ച് കസ്റ്റഡി വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അല്ല, ഇപ്പം നിലവിൽ അങ്ങനെ ഒരു വിവരം ഇല്ല. എന്തായാലും മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു അന്താരാഷ്ട്ര കണക്ഷൻ ഉണ്ട്. കാര്യം ഗോൾഡും ഇലക്ട്രോണിക് ഗുഡ്സും സ്മഗിൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കണക്ഷനും കൂടി ഇതിനകത്തുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുള്ളതായിട്ടാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. നമ്മൾ പിടികൂടിയിട്ടില്ല. അല്ല, ഇയാളെ ഇവരുടെ കൂടെ വന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ പിടിക്കുമ്പം കൂടെ ഇല്ല. ഇയാളവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വണ്ടിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ടായിരിക്കും അയാൾ ഇറങ്ങിയത്. ആ ലൊക്കേഷനും കൂടെ വെച്ചാണ് ഇയാൾ അക്യൂസിന്റെ പാതയിലോട്ട് വന്നിട്ടുള്ളത്. കാര്യം ഇവരുടെ ഈ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഫാമിലിയോടുകൂടി യാത്ര ചെയ്യുക. അപ്പോൾ ചെക്കിംഗ് ഒഴിവാകാൻ വേണ്ടി ഫാമിലിയോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ആ ചെക്കിംഗ് ഒഴിവായി കിട്ടും. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ചെന്നൈയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്നാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത്.
കേരളത്തിലേക്ക് മാത്രമാണോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പം കേരളത്തേക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം. കൂട്ടാളിയായിട്ട് വേറെ ആരെങ്കിലും ഈ അല്ല, അത് ഇനി ഫർദറായിട്ട് അന്വേഷണം നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇവരുടെ നിലവിൽ ഇയാളുടെ ഭാര്യയാണ് ഇത് അവിടുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. വാങ്ങിക്കും 3 പേരെ ഒരുമിച്ച് കസ്റ്റഡി വാങ്ങിക്കും. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന പറഞ്ഞു വേണം, ചെയ്യും. കിട്ടിയോ? ഇല്ല കിട്ടിയിട്ടില്ല. അത് ഇനി 3 പേരുടെയും കൊടുക്കാനുണ്ട്. 3 താരങ്ങളുടെ മൊഴിയിൽ പേരുണ്ടായിരുന്നല്ലോ ഇല്ലല്ലോ, 3 പേരുടെ ഇല്ലല്ലോ. 2 പേരുടെ 1 2 പേരുടെ ഉണ്ട്. അവരുടെ ചോദ്യം ചെയ്യും. അവരെ ചോദ്യം ചെയ്യും. അവരെ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യും. ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കും. വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ കിട്ടിയോ അവരുടെ? ഇല്ല, അത് ഫോറൻസിക്കിൽ കിട്ടുള്ളൂ. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ വാട്സപ്പ് ചാറ്റുകളും മറ്റ് ഡീറ്റെയിൽസും മെസ്സേജിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. അതിപ്പോൾ അന്വേഷണം നമ്മളിതൊന്നും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. മൊഴിയെടുത്ത് ഇവരെ 2 പേരെയും 3 പേരെയും കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്ത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി. വിൽപ്പന നടത്തുന്നത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് വാട്സപ്പ് വഴി ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ്. ഇല്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല, അത് പിന്നീട് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ.